ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ആണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. അപ്പോഴേക്കും ഞാൻ കാർഡ് ഷഫിൾ ചെയ്യുന്നതായിരിക്കും. Four of Pentacles, Six of Pentacles, Queen of Wands, Three of Swords, the Fool, Four of Wands, Queen of Cups, Two of Pentacles, Two of Wands, Six of Cups, Seven of Cups. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഏസ് ഓഫ് കപ്സ് ആണ്. അതായത് ഇപ്പോൾ നിങ്ങളൊരു സെപ്പറേഷനിലാണെങ്കിൽ പോലും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് അൺകണ്ടീഷണലായിട്ടുള്ള പ്രണയമുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അതായത് ഇത് ഒരിക്കലും അവസാനിച്ചു പോകുന്ന ഒരു പ്രണയമല്ല എന്നുള്ളത് കാണുന്നു. അതായത് നിങ്ങളുടെ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഒരു സ്പിരിച്വലായിട്ടുള്ളൊരു കണക്ഷനായിട്ടും കാണുന്നു. ഡിവൈൻ്റെ പ്രൊട്ടക്ഷൻ ഉള്ളൊരു കണക്ഷനായിട്ട് കാണുന്നു. അതാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് കാണുന്നത്. അതായത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം ഒരു അൺകണ്ടീഷണലായിട്ടുള്ള പ്രണയമുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അപ്പം ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. ഇവിടെ വന്നിരിക്കുന്ന സ്പ്രെഡ് പ്രകാരം നിങ്ങൾ രണ്ടുപേരുടെയും റിലേഷൻഷിപ്പിൻ്റെ ഇടയിലേക്ക് ഒരു തടസ്സമായി കാണുന്നത് സാമ്പത്തികപരമായ പ്രശ്നങ്ങളായിരിക്കാം. അതുപോലെ മറ്റു ചിലർക്ക് ഏതെങ്കിലും വ്യക്തികളോ സാഹചര്യങ്ങളോ ആയിരിക്കാം. അപ്പോൾ എങ്ങനെ നോക്കുകയാണെങ്കിലും നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡഡ് ആണ് എന്നുള്ളത് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ഫോർ ഓഫ് പെന്റക്കിൾസിൻ്റെ എനർജിയാണ്. അതായത് ഈ ഒരു ബന്ധത്തിൽ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം പൊസസീവായ വ്യക്തിയാണെന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അതായത് അവർ സ്നേഹം പ്രകടിപ്പിക്കാത്ത ഒരു വ്യക്തിയായിട്ട് കാണുന്നു. അവരുടെ ഉള്ളിൽ ഒരുപാട് സ്നേഹമുണ്ട്, പക്ഷെ അതൊന്നും അവർക്ക് കൊടുക്കാനായിട്ട് വയ്യ. ആ ഒരു എനർജിയാണ് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്കും ഈ ഒരു അവസ്ഥ തന്നെ ആയിരിക്കാം. കാരണം നിങ്ങളുടെ പേഴ്സൺ കൂടുതലായിട്ട് മറ്റുള്ളവരോട് ഇടപെടുന്നതോ അതുപോലെ നിങ്ങളെക്കാൾ കെയറിങ് മറ്റാർക്കെങ്കിലും കൊടുക്കുന്നതോ ഒന്നും നിങ്ങൾക്ക് തീരെ സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കുകയില്ല. അതുപോലെ തന്നെയാണ് ഇവിടെ ഈ ഒരു പേഴ്സൻ്റെയും അവസ്ഥയെന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഇടയിലെ സാഹചര്യം എന്ന് പറയുന്നത് തമ്മിൽ സംസാരിക്കാതെ
പഴയതുപോലെ അടുപ്പം കാണിക്കാത്ത ഒരു തരത്തിലായിരിക്കാം. അതുപോലെ ആയിരിക്കാം നിങ്ങളുടെ ബന്ധം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അവർക്ക് മാത്രം ഉള്ളതാണ്, അല്ലെങ്കിൽ എന്നേക്കാൾ ഉപരി അവരുടെ മനസ്സിൽ മറ്റാർക്കും സ്ഥാനം ഉണ്ടാവാൻ പാടില്ല എന്ന് ഈ ഒരു വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്കിടയിൽ ഒരു തടസ്സം ഉണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങൾ അവരുടെ കസ്റ്റഡിയിൽ നിന്ന് പുറത്തു കടക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് മറ്റൊരാൾ കടന്നു വരിക എന്നതൊക്കെ നിങ്ങളുടെ വ്യക്തിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. എന്തായാലും നിങ്ങളുടെ കാര്യത്തിൽ ഈ വ്യക്തി വളരെയധികം പൊസസീവ് ആണെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ നെക്സ്റ്റ് വന്നേക്കുന്നത് 6 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അതായത് നിങ്ങളുടെ ബന്ധത്തിൽ ആ ഒരു സെപ്പറേഷൻ്റെ ടൈമിലോ അല്ലെങ്കിൽ അതിനു മുൻപോ ഈ ഒരു വ്യക്തിയോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും, പഴയതുപോലെ എന്നെ സ്നേഹിക്കുന്നില്ലല്ലോ, ഞാൻ ഒരുപാട് സ്നേഹം തരുന്നു, തിരിച്ചതുപോലെ കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ നിങ്ങൾ ആ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അതായത് നിങ്ങളാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ കൂടുതൽ എനർജി ഇടുന്നത്. അവർ അത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നില്ല, പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ എപ്പോഴും അവോയ്ഡ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾ ആ ഒരു വ്യക്തിയോട് സംസാരിച്ചിട്ടുണ്ടാകും. എന്തായാലും ഇപ്പോൾ ഈ ഒരു വ്യക്തിയുടെ വിചാരം എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങൾക്ക് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നു. അതായത് നിങ്ങൾ എത്രയാണോ ആ ഒരു വ്യക്തിക്ക് സ്നേഹം കൊടുത്തത് അതേ അളവിൽ തന്നെ ആ ഒരു സ്നേഹം തിരിച്ചു തരാനായിട്ട് ആ ഒരു വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നതാണ് കാണുന്നത്. നേരത്തെ നിങ്ങൾ അളവിൽ കവിഞ്ഞ സ്നേഹമൊക്കെ ആ ഒരു വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കാം അല്ലേ. അപ്പം അന്നൊക്കെ നിങ്ങളെ മൈൻഡ് ചെയ്യാത്ത സാഹചര്യം കാണുമായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ പരിഗണിക്കാത്ത സാഹചര്യം കാണുമായിരിക്കാം. പക്ഷെ അതെല്ലാം ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് വന്നേക്കുന്നത് ക്യൂൻ ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. അതായത് സ്നേഹം എന്ന വികാരത്തിനുപരി ഈ ഒരു വ്യക്തിക്ക് വളരെയധികം ഒരു പാഷൻ നിങ്ങളോട് ഉണ്ടാവുന്നുണ്ട്. അതായത് ഒരു ആവേശം ഉണ്ടാവുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളിൽ അവർ വളരെയധികം അട്രാക്റ്റഡ് ആവുന്നുണ്ട്. അതുപോലെ അവരുടെ ലൈഫിൽ ഒരു ആവേശം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിലേ അത് നടക്കൂ എന്ന് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുമുണ്ട്. അതുപോലെ നിങ്ങളുടെ ബന്ധത്തിൽ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളുടെ ലവ് പാറ്റേൺ എന്ന് പറയുന്നത് മറ്റുള്ള കപ്പിൾസിനെ പോലെ ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ വളരെയധികം വ്യത്യസ്തമായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, അവർ പറഞ്ഞിട്ടുണ്ടാവും, ഇവർ മറ്റുള്ളവരെ പോലെ ഒന്നും അല്ലല്ലോ, ഇഷ്ടം കൂടിയാൽ ഭ്രാന്താകുമെന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പോൾ ദാ കണ്ടു എന്നൊക്കെ ആയിരിക്കാം അവർ നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതായത് വ്യത്യസ്ത വഴികളിലൂടെ സഞ്ചരിച്ച ഒരു രീതിയിലായിരിക്കണം നിങ്ങളുടെ ബന്ധത്തിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും സ്നേഹത്തിൻ്റെ അടയാളമായി നെയിമൊക്കെ ടാറ്റു ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ റിംഗ് എക്സ്ചേഞ്ച് ഒക്കെ ചെയ്തിട്ടുണ്ടാകാം. അതായത് ഈ ഒരു വ്യക്തി എൻ്റേത് മാത്രമാണെന്ന് അറിയിക്കാൻ നിങ്ങൾ രണ്ടുപേരും ശ്രമിച്ചിട്ടുണ്ടാകാം. ഇവിടെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് 3 ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. അത് സൂചിപ്പിക്കുന്നത് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ തന്നെയാണ്. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റ് ആയി പോകാനുണ്ടായ കാരണമെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകിൽ സാമ്പത്തികപരമായ കാര്യങ്ങളാകാം, അല്ലെങ്കിൽ വ്യക്തികളാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിറ്റുവേഷൻസ് ആകാം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് തടസ്സമായി നിങ്ങളുടെ ബന്ധത്തിൽ നിൽക്കുന്നത്. എന്തായാലും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾ രണ്ടുപേരെയും അതികഠിനമായി വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി വളരെയധികം ഡൗൺ ആവുന്നുണ്ട്. കാരണം ഈ ഒരു തടസ്സം ഉള്ളതുകൊണ്ടും നിങ്ങളുമായി പ്രോപ്പറായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുകൊണ്ടും ഈ ഒരു വ്യക്തി നല്ല രീതിയിൽ വേദനിക്കുന്നതാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും ചിന്തിക്കുന്നുണ്ടാകാം, ഈ ഒരു സാഹചര്യം വന്നില്ലായിരുന്നെങ്കിൽ എത്ര നല്ല രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോവേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സമയം എത്രമാത്രം അടിച്ചു പൊളിച്ചൊക്കെയായിരുന്നു ജീവിക്കേണ്ടത് എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ രണ്ടുപേരും ചിന്തിക്കുന്നുണ്ടാവാം. അപ്പോൾ 3 ഓഫ് സോർഡ്സിന് ശേഷം വന്നിരിക്കുന്നത് ഫൂൾ കാർഡാണ്. അപ്പം അത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിലനിൽക്കുന്ന ഈ തടസ്സങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്.
അതുപോലെ നിങ്ങളുമായി ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് പോകാൻ ഈ ഒരു വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നതാണ് കാണുന്നത്. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെ തമ്മിൽ തടസ്സപ്പെടുത്തിയത്, അതിൽ നിന്നൊക്കെ ഈ ഒരു വ്യക്തി ഓവർകം ചെയ്യാൻ ഇപ്പോൾ റെഡിയാണ് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് വല്ലാത്തൊരു ധൈര്യം വന്നതായിട്ട് കാണുന്നു. ചില സമയത്ത് ഇവരുടെ ഇമോഷൻസ് നോക്കുമ്പോൾ കാണാം, ഇവർ ഇപ്പോൾ ഒന്നിനെയും ഭയപ്പെടുന്നില്ല. എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം, എന്തും വരട്ടെ എന്ന രീതിയിലാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. ചിലപ്പോൾ ഇത്രയും കാലം നിങ്ങളിൽ നിന്ന് ഈ ഒരു വ്യക്തി മാറി നിന്നത് കോൺസിക്വൻസിനെ ഭയന്നിട്ടായിരിക്കാം. പക്ഷെ അവർ ഇപ്പോൾ ഒരു കാര്യത്തിനെയും മൈൻഡ് ചെയ്യുന്നില്ല. വരുന്നിടത്ത് വെച്ച് കാണാം എന്ന മൈൻഡിലാണ് നിങ്ങളുടെ വ്യക്തി എത്തിയിരിക്കുന്നത്. അപ്പം നെക്സ്റ്റ് ആയിട്ട് വന്നത് 4 ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആയിരിക്കാനായിട്ടുള്ളൊരു ചാൻസ് കാണുന്നു. അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് കണക്ഷനൊക്കെയുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ. അതുപോലെ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു റീയൂണിയൻ അല്ലെങ്കിൽ ലൈഫ് ഒരു സെലിബ്രേഷൻ മോഡിലേക്കൊക്കെ കൊണ്ടുവരണമെന്നൊക്കെ. ആ ഒരു രീതിയിലേക്ക് എത്താനായി അവർ ഒരുപാട് ആഗ്രഹിക്കുന്നതാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം എങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയത്, അതിനേക്കാൾ ഇരട്ടി ശക്തമായി തിരികെ വരാൻ ഈ ഒരു വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നതാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരു മാരേജിലേക്കൊക്കെ പോവേണ്ടിയിരുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം. അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് നടത്തി വെക്കാൻ ആഗ്രഹിച്ച വ്യക്തികളായിരിക്കാം. ചിലപ്പോൾ ലിവിങ് ടുഗദർ പോലെ കഴിഞ്ഞ വ്യക്തികളും ആയിരിക്കാം. അപ്പം എങ്ങനെയുള്ള റിലേഷൻഷിപ്പാണ് നിങ്ങളുടേതെങ്കിലും അവർ ഇപ്പോൾ നിങ്ങൾക്ക് തരാനിരിക്കുന്നത് ആ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ്. അതായത് ആ ഒരു മാരേജ് പോലത്തെ ആ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയും 2 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ സംസാരിക്കാതെ ഇരിക്കുന്ന ഈ ഒരു സമയം അവരെ വളരെയധികം ദുഃഖത്തിലാക്കുന്നു എന്നുള്ളതാണ് കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് പറയാത്ത എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങൾ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അത് നിങ്ങളോട് തുറന്ന് സംസാരിച്ചിട്ടുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാത്ത എന്തെങ്കിലും കാര്യമായിരിക്കാം അത്. അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഇങ്ങനെ ഒരു സീക്രട്ട് കീപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് തോന്നിയിട്ട് നിങ്ങൾ ആ വ്യക്തിയോട് തുറന്ന് ചോദിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ അവർ അന്ന് ഒഴിഞ്ഞു മാറി പോയിട്ടും ഉണ്ടായിരിക്കാം. പക്ഷെ അവർ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു കാര്യം നിങ്ങളോട് ഓപ്പണായി വന്ന് പറയണോ, അതോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭാവിയിൽ പിന്നെയും ഒരു പ്രശ്നമാകുമോ എന്ന ആ ഒരു തോട്ട് ഇപ്പോൾ ആ ഒരു പേഴ്സൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ചിലപ്പോൾ ഇങ്ങനെയുള്ള ഒരു സീക്രട്ട് ആയിരിക്കാം നിങ്ങൾ തമ്മിലുള്ള സെപ്പറേഷന് കാരണമായിട്ടുള്ളത്. അവർ എന്തൊക്കെയോ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്തു വെക്കുന്നു, ഓപ്പൺ ആകുന്നില്ല, പഴയതുപോലെ അല്ല, എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് എന്നുള്ള തോട്ടൊക്കെ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ചോദ്യം ചെയ്തിട്ടും ഉണ്ടാകാം. അതുകൊണ്ടായിരിക്കാം അവർ ഇത്രയും കാലം സൈലൻ്റായി ഇരുന്നത്. അല്ലെങ്കിൽ അതൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങളോട് വളരെയധികം ദേഷ്യപ്പെട്ടിട്ടുണ്ടാകാം. അപ്പം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു സമയം തുറന്നു പറയണോ വേണ്ടായോ എന്ന് ആ ഒരു വ്യക്തി ചിന്തിക്കുകയാണ്. അതാണ് 2 ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നത്. അവർക്ക് കൺഫ്യൂഷനാണ് നിങ്ങളോട് പറയണോ വേണ്ട എന്നുള്ള കാര്യത്തിനെ പറ്റി. അതുപോലെ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ചോയ്സസ് ഉള്ള വ്യക്തിയായിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു വ്യക്തിക്ക് മെറ്റീരിയലിസ്റ്റിക്കായ കാര്യങ്ങൾ ഒരുപാട് മോഹമുള്ള വ്യക്തിയായിരിക്കാം. അതായത് ഇവർ വളരെയധികം പണമൊക്കെയുള്ള വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ നല്ല ജോലിയൊക്കെയുള്ള വ്യക്തിയായിരിക്കാം. ഒരുപാട് പേർ ഇവരുടെ പുറകെ നടക്കുന്നുണ്ടാകാം. അവർക്ക് ആവശ്യക്കാർ ഏറെ ഉണ്ടായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഈ ഒരു വ്യക്തി ഒരുപാട് ചോയ്സ് ഉള്ള ആളാണ് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ആ ഒരു ചോയ്സസ് ഒക്കെ ചുറ്റിനും ഉണ്ടെങ്കിൽ പോലും അവർ നിങ്ങളെ തന്നെയാണ് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അവർ നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കാൻ പ്ലാൻ ചെയ്യുന്നു. അതാണ് 2 ഓഫ് വാൻസിൻ്റെ എനർജി പറയുന്നത്. അതുപോലെ 6 ഓഫ് കപ്സ് സൂചിപ്പിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള പാസ്റ്റ് മെമ്മറീസ് എല്ലാം ഈ ഒരു വ്യക്തി ഓർത്തെടുക്കുന്നതാണ്. മേ ബി നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന സമയങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഒന്നിച്ച് യാത്ര ചെയ്ത പ്ലേസസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിച്ച് സെലിബ്രേഷൻ ചെയ്തിട്ടുള്ള സമയങ്ങളായിരിക്കാം. അതെല്ലാം ഈ ഒരു വ്യക്തി ഓർത്തെടുക്കുന്നതായിട്ട് കാണുന്നു.
ചിലപ്പോൾ നിങ്ങൾ ഗിഫ്റ്റ് കൊടുത്തതുമായിരിക്കാം ഈ ഒരു വ്യക്തിക്ക്. എന്തായാലും ആ ഒരു വ്യക്തി അതെല്ലാം ഓർത്തെടുക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളെ അവർക്ക് വളരെയധികം മിസ്സ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അതുപോലെ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. നിങ്ങളുടെ വ്യക്തി അബ്രോഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അബ്രോഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് നാളുകളായി മാനസികമായി നിങ്ങൾ അകന്നു കഴിയുന്നവരും ആയിരിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഈ വ്യക്തിയേക്കാൾ ഇളയതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഈ വ്യക്തിയേക്കാൾ ഇമ്മച്വർ ആയിരിക്കാം. അതായത് അവരെക്കാൾ കുട്ടിക്കളിയുള്ള സ്വഭാവം നിങ്ങൾക്കുണ്ടായിരിക്കാം. എന്തായാലും നമുക്ക് ബോട്ടം എനർജി കിട്ടിയിരിക്കുന്നത് ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അതായത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് ഇമോഷൻസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എത്രയൊക്കെ നെഗറ്റീവായ സിറ്റുവേഷനിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോകുന്നതെങ്കിലും ആ ഒരു സാഹചര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നിങ്ങളുമായുള്ള റിലേഷൻഷിപ്പ് റിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണെ തന്നെയാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പം നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജ് ആൻഡ് റിലേഷൻഷിപ്പ് ഗൈഡൻസ് കൂടി നോക്കാം. Chariot, Ace of Swords, Page of Wands, Six of Wands, Queen of Cups, Three of Swords. ഈ റിലേഷൻഷിപ്പ് ഗൈഡൻസ് കൂടി നോക്കാം. Eight of Swords, the High Priestess, Queen of Wands, Four of Cups, Ace of Pentacles. അപ്പം ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജാണ് നോക്കുന്നത്. ഞാൻ നിൻ്റെ അടുത്തേക്ക് വരാനായി ആഗ്രഹിക്കുന്നു. ഞാനിപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമായി കാണുകയാണ്. നിന്നോട് സംസാരിക്കുവാനും വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കുവാനും ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നു. ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. നീയുമായുള്ള ജീവിതത്തിൽ വിജയിക്കുവാനും അത് ആഘോഷിക്കപ്പെടാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിന്നെ മനസ്സിലാക്കാനും സപ്പോർട്ട് ചെയ്യാനും ആഗ്രഹിക്കുന്നു. അതുപോലെ എൻ്റെ ഉള്ളിൽ ഒരുപാട് വേദനയാണ്. എൻ്റെ ഹൃദയം തകർന്നതായി എനിക്ക് തോന്നുകയാണ്. അതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജ്. റിലേഷൻഷിപ്പ് ഗൈഡൻസ് ആണ് പറയുന്നത്. നിങ്ങളുടെ ചിന്തകളിൽ തന്നെ നിങ്ങൾ ട്രാപ്പ്ഡ് ആണെന്നാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു ചിന്തകളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. പക്ഷേ എന്താണ് ശരി എന്നുള്ളത് നിങ്ങൾക്ക് ഇതിനകം തന്നെ ഒരു ആൻസർ ലഭിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കുക. നിങ്ങൾക്കൊരു ആത്മവിശ്വാസം ഉണ്ടാകുക. നിങ്ങൾക്ക് ജീവിതത്തിൽ വിരസത അനുഭവപ്പെടുന്നുണ്ടാവാം. എന്നാൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള സന്തോഷത്തെ കണ്ടില്ലെന്ന് നടിക്കരുത്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ന്യൂ ബിഗിനിങ് വരുന്നതായി കാണുന്നു. അത് നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റിയും കമ്മിറ്റ്മെൻറ്റും തരുന്നതാണ്. അതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഗൈഡൻസ്.